സന്തോഷ് അച്ചിക്കാനത്തിൻ്റെ തിരക്കഥയിൽ ശ്രീകാന്ത് മുരളി സംവിധാനം ചെയ്ത സിനിമയാണ് എബി. ആദ്യമായി കൊച്ചുവോ പോലോ യുപ്പക്കോയിലോ കണ്ടവരുണ്ടെങ്കിൽ അത് ഇഷ്ടമായവർക്ക് ഇതും ഇഷ്ടമാകും തീർച്ച. അതിൽ പ്ലെയിനിൽ കയറുന്ന കാര്യമായിരുന്നെങ്കിൽ ഇതിൽ പ്ലെയിനിൽ കയറി അത് പറപ്പിക്കുന്ന കാര്യമാണ് പറയുന്നത്. പല ശ്രമങ്ങളും തകരുമ്പോഴും തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി എബി ജീവിതത്തിൽ നടത്തുന്ന പോരാട്ടമാണ് കഥ. എബിയെ വിനീത് ശ്രീനിവാസൻ ക്യാരിങ് ഓൺ ഹിസ് ഷോൾഡേഴ്സ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാലഘട്ടം മാറുന്നതിനനുസരിച്ച് മാനറിസംസിൽ വരുന്ന മാറ്റങ്ങളും നന്നായിട്ട് തന്നെയുണ്ട്. അജു വർഗീസിൻ്റെ കുഞ്ഞൂട്ടൻ എന്ന ക്യാരക്ടർ വിനീത് ശ്രീനിവാസൻ്റെ ഒരു കൂട്ടുകാരനാണ്. എന്നാൽ കോമഡിക്ക് വേണ്ടി മാത്രം അഥവാ ഹ്യൂമർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉള്ളൊരു ക്യാരക്ടറായിട്ട് നമുക്ക് അജു വർഗീസിനെ കാണാൻ പറ്റും. പലയിടത്തും കോമിക് ട്രാക്കുകൾ ചിലപ്പോൾ ആവശ്യമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. കാരണം നിർണായക ഘട്ടത്തിൽ പ്ലെയിൻ പറത്താൻ പോകുന്ന വിനീത് ശ്രീനിവാസൻ്റെ സീൻ കാണിക്കുന്നതിനിടയിൽ പിന്നീട് അജു വർഗീസിൻ്റെ ഒരു കോമിക് ട്രാക്ക് കാണിച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് എഡിറ്റർക്കും ഡയറക്ടർക്കും മാത്രമേ അറിയൂ. മറീന മൈക്കിൾ അവതരിപ്പിച്ച അനുമോൾ എന്ന ക്യാരക്ടറാണ് എബിയെ സിനിമയിലാകെ തൻ്റെ സ്വപ്നത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതും സ്നേഹിക്കുന്നതും. എബിയുടെ അച്ഛൻ കഥാപാത്രം നല്ല പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. മാത്രമല്ല സുരാജ് വഞ്ഞാറമൂടിനെയും നല്ല രീതിയിൽ തന്നെ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇൻ്റർവെൽ കഴിഞ്ഞ് ഒരു വല്ലാത്ത ട്രാൻസിഷനാണ് സിനിമയിൽ നടക്കുന്നത്. അതുമായി പൊരുത്തപ്പെടാൻ ആസ്വാദകന് അല്പം സമയമെടുക്കും. പിന്നെ പോസ്റ്റ് ഇൻ്റർവെൽ സീൻസ് കുറച്ച് ഫാസ്റ്റ് ആക്കാമായിരുന്നു. ആസ് എ ഹോൾ ഒരു പോസിറ്റീവ് സിനിമ ആഗ്രഹിച്ചു വരുന്ന പ്രേക്ഷകനെ എബി ഒരിക്കലും നിരാശപ്പെടുത്തില്ല. എബിയുടെ സ്വപ്നത്തിൻ്റെ കൂടെ നിങ്ങൾക്കും ഒരു സ്വപ്നമുണ്ടാവും. തികച്ചും മോട്ടിവേഷണൽ തന്നെയാണ് സിനിമ.